ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ സമ്പൂർണ്ണമായും വിട്ടുകൊടുക്കാം. ഒരു ദിവസം കൂടെ ദൈവം നമ്മൾക്ക് നൽകിയതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. അല്പസമയത്തെ വചന ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനഭാഗം യോനാപ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-2 വചനങ്ങൾ. അവിടെ ഇപ്രകാരമാണ് നാം കാണുക: അമിത്യായുടെ പുത്രനായ യോനായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. നീ എഴുന്നേറ്റ് മഹാനഗരമായ നിനിവേയിൽ ചെന്ന് അതിനെതിരെ വിളിച്ചു പറയുക. എന്തെന്നാൽ അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. 1 മിനിറ്റ് നമ്മുടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗത്തിലെ നല്ല കർത്താവെ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശുവേ ദൈവമേ, നിൻ്റെ വചനം സ്വീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. കർത്താവെ, ഏതാത്മാവിനാൽ ഈ വചനങ്ങളെല്ലാം എഴുതപ്പെട്ടുവോ ആ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്ന് കർത്താവെ, ഞങ്ങൾക്ക് ആവശ്യമായ വചനം പകർന്നു നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. 30, 60, 100 മേനിയായി ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, പൂർണ്ണമായി ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കൊച്ചു ജീവിതം അങ്ങയുടെ മുമ്പിൽ ഒരു തിരുമുൽ കാഴ്ചയായി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങളിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കേൾക്കുന്ന ഓരോ വചനത്താലും ഞങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ പേരിൻ്റെ കാരണഭൂതരായ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമീൻ. അനുഗ്രഹിക്കപ്പെട്ടവരെ, നാം ഇന്ന് വായിച്ചു കേട്ടത് വചനം യോനാപ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. അവിടെ ഇപ്രകാരമാണ് പറയുക: അമിത്യായുടെ പുത്രനായ യോനായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. നീ എഴുന്നേറ്റ് മഹാനഗരമായ നിനിവേയിൽ ചെന്ന് അതിനെതിരെ പ്രസംഗിക്കുക, അതിനെതിരെ വിളിച്ചു പറയുക. എന്തെന്നാൽ അവരുടെ ദുഷ്ടത സ്വർഗത്തിലെത്തിയിരിക്കുന്നു, അവരുടെ ദുഷ്ടത ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. ഈ ഒരു വചനം നമ്മൾ ആവർത്തിച്ച് വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും: ദൈവം തൻ്റെ മുമ്പിലിരിക്കുന്ന, തൻ്റെ സന്നിധിയിലിരിക്കുന്ന യോനായ്ക്ക് കൊടുക്കുന്ന ഒരു വെളിപാടാണ്. ദൈവം യോനായെ ഒരു പ്രവാചകനായി തിരഞ്ഞെടുത്ത് ഒരു പ്രവാചക ദൗത്യം അവനെ ഏൽപ്പിക്കുക. അവൻ്റെ ദൗത്യം ഇങ്ങനെയാണ്: വിജാതീയ നഗരമായ നിനിവേയിൽ ചെന്ന് വിജാതിയരുടെ അടുക്കൽ നീ കർത്താവിനെ പ്രഘോഷിക്കുക. അവരുടെ ഇടയിൽ നടമാടുന്ന മ്ലേച്ഛതകളെയും അവരുടെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടതകളെയും കുറിച്ച് അവരെ ബോധിപ്പിച്ച് അവരെ ആ തിന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നതാണ് യോനായ്ക്ക് കിട്ടിയ ദൈവിക ദൗത്യം. എന്നാൽ തുടർന്നുള്ള ഭാഗം നമുക്കറിയാം. യോന ആ ദൗത്യമൊന്നും ഏറ്റെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ദൈവസന്നിധിയിലിരിക്കുന്ന യോനായോട് പറയുകയാണ്: നീ എഴുന്നേറ്റ് നിനിവേയിലേക്ക് പോകുക. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരു ദൗത്യം ഏൽപ്പിക്കുന്നതിന് കാരണമുണ്ട്. നമുക്കറിയാം, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 6-ാം അധ്യായം അതിൻ്റെ 5 തൊട്ടുള്ള വചനങ്ങളിൽ മനുഷ്യനെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്ലാൻ അവിടെ പറയുന്നുണ്ട്. മനുഷ്യനെ കണ്ട് സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യനിലുണ്ടായ മാറ്റം ദൈവത്തെ വേദനിപ്പിച്ചതിനെക്കുറിച്ചാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായം 5 തൊട്ടുള്ള വചനങ്ങളിൽ പറയുക. മനുഷ്യൻ്റെ ഹൃദയവും അവൻ്റെ വിചാരങ്ങളും ഒക്കെ ദുഷിച്ചതാണെന്ന് കണ്ടപ്പോൾ ദൈവം സങ്കടപ്പെട്ടു. മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം സങ്കടപ്പെട്ടു എന്നാണ് വചനം പറയുക. മനുഷ്യൻ്റെ ദുഷ്ടത പെരുകിയപ്പോൾ ആ ദുഷ്ടത സൃഷ്ടാവായ ദൈവത്തെ വളരെയേറെ വേദനിപ്പിച്ചു. നമുക്കറിയാം, നമ്മുടെ മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒത്തിരിയേറെ പ്രതീക്ഷയോടുകൂടെ വളർത്തുകയാണ്. എന്നാൽ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ തങ്ങളുടെ മാതാപിതാക്കന്മാരുടെ ഇഷ്ടത്തിനോ ആഗ്രഹത്തിനോ ഒത്ത് ഈ കുഞ്ഞുങ്ങൾ വളരാതെ വരുമ്പോൾ മക്കളുടെ തെറ്റായ ജീവിത രീതി, തെറ്റായ പ്രവർത്തനങ്ങൾ അമ്മമാർക്കും അപ്പന്മാർക്കും ഒത്തിരിയേറെ വേദന സമ്മാനിക്കാറുണ്ട്. പലരും സങ്കടവുമായി ദേവാലയങ്ങളിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥന ആവശ്യപ്പെടാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെയാണ് മനുഷ്യരെ നോക്കിക്കൊണ്ട് ദൈവം സങ്കടപ്പെടുന്നത്. ദൈവം മനുഷ്യനെക്കുറിച്ചുള്ള പദ്ധതി, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്ന ഒരു മനുഷ്യനെയാണ് ദൈവം ആഗ്രഹിച്ചത്. എന്നാൽ അവൻ്റെ ജീവിതത്തിലുള്ള പാപത്തോടുള്ള ചായ്ച്ചിലുകൾ, പാപ സ്വഭാവം അവനെ ദൈവത്തിൽ നിന്ന് എപ്പോഴും അകറ്റിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ആദിമ മാതാപിതാക്കളായ ആദമും ഹവ്വയും ദൈവത്തിൻ്റെ ഹിതത്തിന് എതിരായി പ്രവർത്തിച്ചപ്പോൾ, അനുസരണക്കേട് കാട്ടിയപ്പോൾ അവരെ ഏദൻ്റെ പർദീസായിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നു.
എന്നാൽ പ്രിയപ്പെട്ടവരെ, ആദിമ മാതാപിതാക്കൾ ചെയ്ത അതേ തെറ്റ് തന്നെ ഇതാ മക്കൾ, അവരുടെ തലമുറ വീണ്ടും ദൈവസന്നിധിയിൽ ചെയ്തുകൊണ്ടിരിക്കുക. ദൈവഹിതത്തിന് എതിരായി പ്രവർത്തിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനും എതിരായി മനുഷ്യൻ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അത് നന്മയ്ക്ക് പകരം ദുഷ്ടത ഭൂമിയിൽ കുന്നുകൂട്ടുകയാണ്. ദൈവഹിതത്തിനെതിരായി, ദൈവത്തിൻ്റെ ആഗ്രഹത്തിനെതിരായി ഒരു മനുഷ്യൻ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ, അറിഞ്ഞും അറിയാതെയും ദുഷ്ടത ഭൂമിയിൽ പെരുകും. സ്വന്തം ഇഷ്ടങ്ങൾക്ക് താല്പര്യങ്ങൾക്കും വേണ്ടി മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ദൈവ ഇഷ്ടം ഒരു കോണിലേക്ക് തള്ളി മാറ്റിക്കൊണ്ടിരിക്കുക. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. മനുഷ്യൻ ദുഷ്ടമായ വിചാരത്തോടുകൂടെ ലോകത്തിൻ്റെതായ ഇമ്പങ്ങളുടെ പിന്നാലെ പരക്കം പാഞ്ഞപ്പോൾ ദൈവഹിതം, ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഒരു മൂലയിലേക്ക് തള്ളിമാറ്റി. അവർ തങ്ങൾക്ക് തോന്നിയ വഴിയിലൂടെ നടന്ന് ദുർമാർഗികളായി തീർന്നു എന്നാണ് ഉൽപ്പത്തി പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുക. ഇതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ, സോതോം ഗോമോറോ നിവാസികൾക്കും ഇതേ അവസ്ഥയിലൂടെ അവർ കടന്നുപോയി. അവരൊക്കെ തങ്ങൾക്ക് യോജിച്ചതായ, തങ്ങൾക്ക് തോന്നിയതായ രീതിയിൽ സഞ്ചരിച്ച് അവർ ദുർമാർഗികളായി തീരുമ്പോൾ ആ ദേശത്ത് ഒരു നീതിമാനെ പോലും കണ്ടെത്തുവാനായിട്ട് ദൈവത്തിന് സാധിക്കുന്നില്ല. സങ്കീർത്തന പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 2 തൊട്ടുള്ള വചനങ്ങൾ ഇങ്ങനെ പറയുകയാണ്: ദൈവം സ്വർഗത്തിൽ നിന്ന് നീതിമാന്മാരെ നോക്കുന്നു. തന്നെ അന്വേഷിക്കുന്ന നീതിമാന്മാരെ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. ആരെയും കണ്ടെത്തുന്നില്ല. പ്രിയപ്പെട്ടവരെ, സ്വർഗം ഈ നാട്ടിൽ നമ്മുടെ ഇടയിൽ ഒരു നീതിമാനെ അന്വേഷിക്കുന്നുണ്ട്. ദൈവം ഈ ഭൂമിയിൽ ഒരു നീതിമാനെ അന്വേഷിക്കുന്നുണ്ട്. നമ്മളായിരിക്കുന്ന നാട്ടിൽ, നമ്മളായിരിക്കുന്ന ഇടവകയിൽ, നമ്മളായിരിക്കുന്ന ഭവനത്തിൽ ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന നീതിമാനെ ദൈവം തേടുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് ദൈവം ഭൂമിയിലേക്ക് നോക്കുന്നുണ്ട്. നോഹയുടെ കാലഘട്ടത്തിൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ നോഹ എന്നൊരു മനുഷ്യനെ മാത്രമേ നീതിമാനായി ദൈവം കണ്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ദൈവം അവരെ ഒത്തിരിയേറെ സ്നേഹിച്ചു. വലിയൊരു പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ വരുമ്പോൾ, പ്രത്യേകിച്ച് മനുഷ്യനെ നശിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ, നോഹയും അവൻ്റെ കുടുംബത്തെയും മാത്രമേ ദൈവം പെട്ടകത്തിൽ സംരക്ഷിക്കുവാനായിട്ട് ആഗ്രഹിച്ചുള്ളൂ. കാരണം ബാക്കി എല്ലാവരും ദുർമാർഗികളായി ദുർമാർഗ ജീവിതം നയിക്കുന്നവരായി മാറി. നോഹ മാത്രം ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ദൈവകൽപ്പന പാലിച്ച് ദൈവഹിതപ്രകാരം അവൻ ജീവിക്കുവാനായിട്ടിടയായി. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, യോനാ ദീർഘദർശിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ യോനാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 2-ാം തിരുവചനം ഇങ്ങനെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു: നീ എഴുന്നേറ്റ് മഹാനഗരമായ നിനിവയിൽ ചെന്ന് അതിനെതിരെ പ്രസംഗിക്കാൻ, എന്തെന്നാൽ അവരുടെ ദുഷ്ടത സ്വർഗത്തോളം എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൻ്റെ വേദന തിരിച്ചറിയാനാവാത്ത ഒരു പ്രവാചകനെ അവിടെ കാണുകയാണ്. ഒരു തിരഞ്ഞെടുക്കപ്പെട്ടവരെ കാണും. ദൈവത്തിൻ്റെ മനസ്സിൻ്റെ നൊമ്പരം തിരിച്ചറിയാനാവാതെ തൻ്റെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ, തൻ്റെ സുരക്ഷിതത്വങ്ങൾക്ക് പിന്നാലെ പരക്കം പാഞ്ഞ തിരഞ്ഞെടുക്കപ്പെട്ടവരെ നമ്മൾ കാണുകയാണ്. നമ്മളെല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ഇരിക്കുന്ന ഭവനം ഒരു തിരഞ്ഞെടുക്കപ്പെട്ടവൻ്റെ ഭവനമാണ്. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഒരു സമൂഹം തിരഞ്ഞെടുക്കപ്പെട്ടവൻ്റെ സമൂഹമാണ്. നമ്മൾ ഓരോരുത്തരും കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്: എൻ്റെ പിതാവിനാൽ ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ സാധിക്കില്ല. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് വചനം കേൾക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മളെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത പിതാവിനാൽ ആകർഷിച്ചുകൊണ്ട് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. നമ്മളെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നമ്മളെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ടവരാ ദൈവത്തിൻ്റെ മക്കളാണ്. പരിശുദ്ധ മൂറോനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്കും ഒരു ദൗത്യമുണ്ട്. ദൗത്യം ഇങ്ങനെയാണ്: പാപത്തിലാണ്ടുപോയ തലമുറയെ വീണ്ടെടുത്ത് ക്രിസ്തുവിന് സമർപ്പിക്കുക. പാപത്തിലാണ്ടുപോയ തലമുറയെ ക്രിസ്തുവിന് വേണ്ടി വീണ്ടെടുത്ത് കർത്താവിന് സമർപ്പിക്കുക എന്ന വലിയൊരു ദൗത്യം നമുക്കുണ്ട്. യോനായോട് പറഞ്ഞു: നീ നിനിവയിൽ ചെന്ന് ആ ജനത്തിനെതിരെ പ്രസംഗിക്കുക, ആ ജനത്തിനെതിരെ വിളിച്ചു പറയുക. കാരണം അവരുടെ ദുഷ്ടത സ്വർഗത്തോളം എത്തിയിട്ടുണ്ട്. ദൈവകോപം അവരിലേക്ക് ഉദിക്കുവാനായിട്ട് പോവുകയാണ്. അതിനു മുമ്പ് ദൈവകോപം അവരുടെ ഉള്ളിൽ പതിക്കുന്നതിന് മുമ്പ് അവരെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നാണ് നിൻ്റെ ദൗത്യം. യോന ഈ ദൗത്യങ്ങളൊക്കെ അങ്ങ് മറന്നു. യോന ദൈവത്തിൻ്റെ മനസ്സിൻ്റെ നൊമ്പരം അവൻ സ്വീകരിച്ചില്ല, അവന് മനസ്സിലായില്ല. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഞങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സ് അറിഞ്ഞവരാണ്. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സ് അറിഞ്ഞവരാണ്.
ക്രിസ്തുവിൻ്റെ മനസ്സ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ ഓരോ വ്യക്തിയും അവർ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും, ക്രിസ്തുവിന് വേണ്ടി ഓടും, ക്രിസ്തുവിന് വേണ്ടി മരിക്കും. ക്രിസ്തുവിൻ്റെ മനസ്സ് തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു, പരിശുദ്ധാത്മാവ്, ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യമുള്ളൂ. പരിശുദ്ധ തൃത്വം ഇന്ന് നമ്മോട് ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം, നീ എനിക്ക് വേണ്ടി ഈ പാവാവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യരെ വീണ്ടെടുക്കുക. ഈ മനുഷ്യരോട് ദൈവവചനം പറയുക, അവരെ അനുതാപത്തിലേക്ക് നയിച്ച് അവരെ എൻ്റെ സ്വന്തമാക്കി തീർക്കുക. യേശുക്രിസ്തുവിൻ്റെ കൈകളും കാലുകളുമായി നാം മാറുക. പ്രിയപ്പെട്ടവരെ, നാശത്തിലേക്ക് പോകുന്ന യുവതലമുറയെ രക്ഷിക്കാനായിട്ട് നമ്മുടെ കുടുംബത്തിലായിരിക്കുന്ന പാവാവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തികളെ ക്രിസ്തുവിന് വേണ്ടി നേടാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ വാക്ക് നമ്മൾ സ്വീകരിക്കാം. പലപ്പോഴും നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട്, കായനെ പോലെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ? അതേ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ദൈവം വലിയൊരു ശുശ്രൂഷ ഏൽപ്പിക്കുകയാണ്. ഇതാ നിൻ്റെ സഹോദരൻ വഴിതെറ്റി പോകാതിരിക്കാൻ നീ അവന് കാവൽ നൽകണം. നിൻ്റെ ജീവിത പങ്കാളി വഴിതെറ്റി പോകാതിരിക്കാൻ നീ അവൾക്ക് കാവൽ നൽകണം. നിൻ്റെ മക്കൾ വഴിതെറ്റി പോകാതിരിക്കാൻ നീ അവർക്ക് കാവൽ നൽകണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു കാവൽക്കാരനാണ്. കാരണം ദൈവം നമ്മെ ഏൽപ്പിച്ചതാണ്. നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ മക്കളും നമ്മുടെ ചുറ്റുപാടുള്ള സകലരെയും കർത്താവ് നമുക്ക് ഏൽപ്പിച്ചു തന്നതാണ്. അവരെയൊക്കെ സംരക്ഷിക്കാനുള്ള കടമ നമുക്കുണ്ട്. അവരുടെ എല്ലാം ആവശ്യങ്ങളിൽ അവരോട് ചേർന്ന് നിൽക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഞാനും എൻ്റെ കാര്യവും എന്നല്ല, ഞാനും എൻ്റെ കുടുംബവും എന്ന് മാത്രമല്ല, ഞാൻ എല്ലാവർക്കും വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഞാൻ എല്ലാവർക്കും വേണ്ടി ജീവിക്കേണ്ടവനാണ്. എനിക്ക് എൻ്റേതെന്ന ചിന്ത മാത്രമല്ല, എനിക്ക് ഞാൻ മതി എന്ന ചിന്തയല്ല. പ്രിയപ്പെട്ടവരെ, എനിക്ക് ക്രിസ്തുവിന് വേണ്ടി എല്ലാവരെയും വേണം. എനിക്ക് ക്രിസ്തുവിനെ പ്രതി എല്ലാവരെയും നേടാൻ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, യോന ദൈവം ഏൽപ്പിച്ച നിയോഗം മറന്നു. ദൈവം ഏൽപ്പിച്ച നിയോഗം ഏറ്റെടുക്കാൻ അവൻ മടിച്ചു. തുടർന്നുള്ള വചനം നമുക്കറിയാം. ഇതാ തർശീശിലേക്ക് പോകാൻ അവൻ കപ്പൽ കയറി യാത്ര പുറപ്പെട്ടു. എന്നാൽ യാത്രാമധ്യേ വലിയ ക്ലേശങ്ങളും വലിയ അനർത്ഥങ്ങളും അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അവൻ്റെ കപ്പൽ യാത്ര മുമ്പോട്ട് നീങ്ങാനാവാതെ കൂടെയുള്ള ആളുകൾ വലിയ ഒരു അപകടത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. വലിയൊരു അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ കൂട്ടിയാത്രക്കാരെല്ലാം കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരവരുടെ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവസാനം അവർ തീരുമാനമെടുത്തു, നമുക്ക് നറുക്കിടാം. ആര് മൂലമാണ് ഈ അനർത്ഥങ്ങളൊക്കെ സംഭവിക്കുന്നതെന്ന് നോക്കുമ്പോൾ ഇതാ നറുക്ക് യോനായ്ക്ക് വീണു എന്നാണ് പറയുക. നറുക്ക് യോനായ്ക്ക് വീണു. യോനായോട് ചോദിച്ചു, നീ ആരാണ്? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു എബ്രായനാണ്. ആകാശവും ഭൂമി സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ദാസനാണ്, പ്രവാചകനാണ് ഞാൻ. ഇതാ ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കാൻ പോയതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ പിടിച്ച് സമുദ്രത്തിലേക്ക് വലിച്ചെറിയുക. പേടിച്ച് വിറച്ചിട്ടാണെങ്കിലും ഇതാ കപ്പൽ യാത്രക്കാർ യോനായെ എടുത്ത് സമുദ്രത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ ദൈവം യോനായ്ക്ക് വേണ്ടി ഒരു വലിയ മത്സ്യത്തോട് ആജ്ഞാപിച്ചിട്ടുണ്ട്, നിയോഗിച്ചിട്ടുണ്ട്. നീ അവനെ സുരക്ഷിതമായി നിൻ്റെ ഉദരത്തിൽ ഉൾക്കൊള്ളണം, നിൻ്റെ വായിൽ സ്വീകരിക്കണം. പ്രിയപ്പെട്ടവരെ, വലിയ മത്സ്യം വാ തുറന്നു. ഇതാ സമുദ്രത്തിലേക്ക് വീണതായ യോനായെ തൻ്റെ ഉള്ളിലാക്കി. യോന മത്സ്യത്തിൻ്റെ ഉള്ളിൽ 3 ദിനരാത്രം കിടന്ന് അനുതപിച്ചു. അവൻ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, യോന പ്രവാചന പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1-ാം വചനത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ഇതാ യോനായെ ദൈവം മത്സ്യം വഴിയായി നിനിവയുടെ തീരത്ത് കൊണ്ടെത്തിച്ചു. നിനിവയുടെ തീരത്ത് ഛർദ്ദിക്കപ്പെട്ട് കിടക്കുന്ന യോന എഴുന്നേറ്റ് നിനിവയിൽ കടന്നു എന്ന് പ്രസംഗിക്കുക. ഒരു ദിവസത്തെ യാത്ര പിന്നിട്ട് അവൻ സമൂഹത്തോട് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ അനുതപിക്കണം, നിങ്ങൾ മാനസാന്തരപ്പെടണം. 40-ാം ദിവസം ഇതാ ഈ ഭൂമിയിൽ, ഈ നഗരത്തിൽ ദൈവം തൻ്റെ ശിക്ഷ നടപ്പിൽ വരുത്തും. അനുതപിക്കണമെന്ന വലിയ വാർത്ത, അനുതപിക്കണമെന്ന കഠോരമായ ശബ്ദത്തിൽ അവൻ പ്രസംഗിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഈ വാക്ക് കേട്ട് ആ ജനം മുഴുവനും നടുങ്ങിയെന്ന് പറയാം. ഈ വാർത്ത കേട്ട് ആ സമൂഹം മുഴുവനും നടുങ്ങി. രാജാവ് ഉൾപ്പെടെ, പ്രഭുക്കന്മാരുൾപ്പെടെ ആബാലവൃന്ദം ജനങ്ങൾ കണ്ണുനീരോടെ നിലവിളിക്കാൻ തുടങ്ങി. കണ്ണുനീരോടെ നിലവിളിച്ചപ്പോൾ ഇതാ ദൈവം അവരുടെ മേൽ വരുത്താൻ വെച്ചിരുന്ന അനർത്ഥത്തെ എടുത്ത് മാറ്റി. പ്രിയപ്പെട്ടവരെ, എന്താണ് ഒറ്റ വാക്കുകൊണ്ട് നിനിവയിലെ ജനങ്ങൾ മാനസാന്തരപ്പെട്ടു എന്നാണോ നമ്മൾ ചിന്തിക്കേണ്ടത്?
പ്രിയപ്പെട്ടവരെ, യോന പ്രവാചകൻ ഓരോ പടി മുമ്പോട്ട് നടക്കുമ്പോഴും ഓരോ സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കുമ്പോഴും അവൻ ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞു കാണാം, ഞാൻ എത്ര പാപിയായ മനുഷ്യൻ, ഞാൻ എത്ര നികൃഷ്ടനായ മനുഷ്യൻ, ദൈവസന്നിധിയിൽ നിന്ന് ഓടി ഒളിച്ചവനാണ് ഞാൻ, എനിക്ക് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാൻ കഴിവില്ല, ഞാൻ ബലഹീനനാണെന്ന് ആ യോന പ്രവാചകൻ ചിന്തിച്ചിട്ടുണ്ടാവാം. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, യോന പ്രവാചകൻ ഓരോ സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കുമ്പോൾ ഈ ജനത്തോട് വചനം പറയാൻ, ഈ ജനത്തോട് അനുതാപത്തിൻ്റെ വചനം പ്രഘോഷിക്കാൻ എനിക്ക് യാതൊരു കഴിവുമില്ല. കാരണം അത്രമാത്രം യോഗ്യതയില്ലാത്തവനാണ് ഞാൻ. ദൈവസന്നിധിയിൽ നിന്ന് ഓടി അകന്നിട്ടും ദൈവം എന്നെ ചേർത്ത് പിടിച്ചവനാണ് ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോകാൻ ആഗ്രഹിച്ചിട്ടും ആ ദൈവത്തിൻ്റെ കരവായ്പ് എന്നോട് ചേർന്ന് നിന്നു അപകടങ്ങളിൽ നിന്ന് എന്നെ രക്ഷിച്ച് ഇതാ എൻ്റെ ദൗത്യ മേഖലയിൽ അവൻ എന്നെ കൊണ്ടുവന്നിരിക്കുക. യോന പ്രസംഗിക്കുമ്പോൾ അവൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവൻ്റെ വാക്കുകളിലൂടെ ഓരോ നിവാസികളുടെ ഹൃദയങ്ങളിലേക്ക്, കർണപടങ്ങളിലേക്ക് ചെന്ന് പതിച്ചു. മാനസാന്തരപ്പെടണം, അനുദപിക്കണം എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിയുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ വചനം കടന്നു വന്ന് അവരെ അനുതാപത്തിലേക്ക് നയിച്ചു. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ പാപത്തെക്കുറിച്ച് ബോധ്യം നൽകും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ച് ബോധ്യം നൽകും, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ചൊക്കെ അവൻ ബോധ്യം നൽകും. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഓരോ വ്യക്തിയുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ആ മനുഷ്യൻ ഒരു പുതിയ സൃഷ്ടിയായി മാറും. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 3-ാം വചനം, നിങ്ങൾ കേട്ട വചനത്താൽ നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നു. വചനം കേൾക്കുമ്പോൾ ആ ഓരോ വ്യക്തിയും വിശുദ്ധീകരണത്തിൻ്റെ പാതയിലൂടെ കടന്നു പോകും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഒരു ധ്യാനമൊക്കെ കൂടിക്കഴിയുമ്പോൾ വചനങ്ങളങ്ങ് സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ ഒരു പുതിയ വ്യക്തിത്വമായി ഓരോ മനുഷ്യൻ രൂപാന്തരപ്പെടും. അതുവരെ പാപജീവിതം നയിച്ച് പാപത്തിലാണ്ട ഒരു വ്യക്തി ഇതാ വചനം സ്വീകരിച്ച് ധ്യാനം കൂടി കഴിയുമ്പോൾ, കർത്താവിനെ തൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ മാറ്റം വരാൻ തുടങ്ങും. കാരണം പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഓരോ വ്യക്തിയുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെന്ന് അവൻ്റെ ശിലാഹൃദയത്തെ എടുത്തു മാറ്റി മാംസളമായ ഹൃദയം വെച്ച് പിടിപ്പിക്കും. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായത്തിൽ പറയുകയാണ്, ഞാൻ നിന്റെ ശിലാഹൃദയം എടുത്തു മാറ്റി പകരം മാംസളമായ ഹൃദയം വെച്ച് പിടിപ്പിക്കും. ഞാൻ നിന്റെ മേൽ വിശുദ്ധീകരണത്തിൻ്റെ നീരുറവ ഒഴുക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൃപ, പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് നിറയാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഓരോ വചനം സ്വീകരിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് ശക്തിയോടെ വരാൻ നമുക്ക് ആഗ്രഹിക്കാം. യോന പ്രവാചകൻ വചനം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ആ പ്രവാചകൻ്റെ നാവിലൂടെ ഓരോ വ്യക്തിയുടെ അടുക്കിലേക്ക് കടന്നു ചെന്നു. ഓരോ വ്യക്തിയെയും മാനസാന്തരത്തിലേക്ക് നയിച്ചു. അവരെല്ലാവരും വിളിച്ചു പറഞ്ഞു, ഇതാ ഞങ്ങൾ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരെല്ലാം നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ആബാലവൃന്ദം ജനങ്ങളും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. മൃഗങ്ങൾ നിലവിളിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവം അവരുടെ മേൽ വരുത്താൻ വെച്ചിരുന്ന അനർത്ഥം, ശിക്ഷകൾ, കോപവടികൾ എടുത്തു മാറ്റി. ദൈവം അവരുടെ മേൽ കരുണ വർഷിച്ചു. അങ്ങനെയെങ്കിൽ ഈ 2022 കാലയളവിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ദേശത്ത് വന്നുകൂടിയിരിക്കുന്ന മഹാവ്യാധിയിൽ നിന്ന് രക്ഷ നേടാൻ കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം, നിലവിളിച്ച് പ്രാർത്ഥിക്കാം. രാത്രിയുടെ യാമങ്ങളിൽ മുട്ടുമേൽ നിന്നുകൊണ്ട് കർത്താവെ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ദേശത്തിൻ്റെ മേൽ, സഭയുടെ മേൽ, കർത്താവെ ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. കണ്ണുനീർ ധാരധാരയായി നീ ഒഴുക്കിയാൽ പ്രിയപ്പെട്ടവരെ, അത് വൃഥാവാവില്ല, ഒരിക്കലും വെറുതെയാവില്ല. നിന്റെ കണ്ണുനീരിന് വില കൊടുക്കുന്നവനായ ദൈവമാണ്. ആ കണ്ണുനീർ കർത്താവ് തുരുത്തിയിൽ ശേഖരിക്കും. കർത്താവ് നിന്റെ കണ്ണുനീരിനെ വിലപ്പെട്ടതെന്ന് കണ്ടുകൊണ്ട് അത് കർത്താവ് തൻ്റെ തുരുത്തിയിൽ ശേഖരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദേശത്തിന് വേണ്ടി നമുക്ക് നമ്മളായിരിക്കുന്ന ഭവനങ്ങൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, നമ്മളായിരിക്കുന്ന സമൂഹത്തിന് വേണ്ടി, നമ്മളായിരിക്കുന്ന കൊച്ചു കേരളത്തിന് വേണ്ടി, ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി, ലോകം മുഴുവന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഇടയായിത്തീരണം. നിവാസികൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ദൈവം അവരുടെ മേൽ കരുണ വർഷിച്ചു.
വീണ്ടും ഒരു വചനം ഇങ്ങനെ കാണാം. മക്കാബയുടെ പുസ്തകത്തിൽ 8-ാം അധ്യായം അതിൻ്റെ 5-ാം വചനം. മക്കബെയൂസ് സൈന്യം ശേഖരിച്ചതോടെ വിജാതിയർക്ക് അജയനായി തീർന്നു. എന്തെന്നാൽ ദൈവത്തിൻ്റെ കോപം കരുണയായി മാറിയിരുന്നു. ഈ കാലഘട്ടത്തിൽ ദൈവകോപം നമ്മുടെ മേൽ വരാതിരിക്കാൻ, ദൈവകരുണ നമ്മളുടെ മേൽ വർഷിക്കാൻ കണ്ണുനീരോടെ പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എസ്രായും നെഹമ്യായും ദാനിയേലുമൊക്കെ തങ്ങളുടെ പൂർവികരുടെ പാപങ്ങളെ ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ ക്ഷമയോദിച്ച് പ്രാർത്ഥിച്ചു. പൂർവികർക്ക് കരുണ ലഭിക്കാൻ, തങ്ങൾക്ക് കരുണ ലഭിക്കാൻ വേണ്ടി അവർ ദൈവസന്നിധിയിൽ എപ്പോഴും മുട്ടിപ്പായിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരുടെ മേൽ കരുണ വർഷിച്ചു. ദാനിയേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 12-ാം തിരുവചനത്തിൽ ഇപ്രകാരമാണ് നാം കാണുക. ദാനിയേൽ തൻ്റെ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവകരുണ തങ്ങൾക്കും പൂർവികർക്കും ലഭിക്കാൻ വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവൻ ഏത് നിയോഗത്തെ പ്രതിയാണോ പ്രാർത്ഥിച്ചത്, ആ പ്രാർത്ഥനാ നിയോഗത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരുണ വർഷിക്കാൻ വേണ്ടി ഇതാ ദൈവിക സന്ദേശം ലഭിക്കാൻ തക്കവണ്ണം ഗബ്രിയേൽ മാലാഖയെ ദൈവം അയച്ചു. ഇങ്ങനെയാണ് പറയുക, നിന്നെ ശരിയായി ഗ്രഹിക്കുന്നതിന്, നീ നിന്നെ തന്നെ എളിമപ്പെടുത്തിയ നിമിഷം മുതൽ ദൈവം നിൻ്റെ പ്രാർത്ഥന കേട്ടു. നീ നിന്നെ തന്നെ എളിമപ്പെടുത്തിയ നിമിഷം മുതൽ നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, സ്വർഗം കേട്ടു. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം ഒന്ന് നമ്മളെ തന്നെ ഒന്ന് എളിമപ്പെടുത്താം. ഞാൻ പാപിയായ മനുഷ്യൻ, കർത്താവെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ കൃപയാണ്, നിൻ്റെ കരുണയാണെന്ന് നമുക്ക് സമ്മതിക്കാം. പൂർണ്ണമായും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ദൈവകരുണ നമ്മളിലേക്കൊക്കെ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മുട്ടുകുത്തിയാൽ, ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയാൽ ദൈവം നമ്മളെ മാനിക്കും. ദാനിയേൽ ദൈവസന്നിധിയിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ശത്രുക്കൾക്ക് മുമ്പിൽ ദൈവം അവനെ ഉയർത്തി. സിംഹത്തിൻ്റെ കുഴിയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോഴും അവിടെയെല്ലാം ദൈവം സിംഹക്കുഴിയിൽ അവനോടൊപ്പം ഇറങ്ങി വന്നു. നമ്മളായിരിക്കുന്ന പ്രതിസന്ധിയുടെ മധ്യത്തിൽ ദൈവം ഇറങ്ങി വരണമെങ്കിൽ ദൈവസന്നിധിയിൽ മുട്ടിപ്പായി നിന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകളെ അടച്ച് ഒരു മിനിറ്റ് അത് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങേ കരങ്ങളിലേക്ക് ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. കർത്താവെ, സത്യ അനുതാപം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി, സമൂഹത്തിലുള്ളവർക്ക് വേണ്ടി, ജീവിതം നയിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാൻ, മധ്യസ്ഥ യാചന നടത്തുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, മാതാവ്, ശുദ്ധന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.